ഹലോ ഹായ് ഡിയർ ഫ്രണ്ട്സ്. അങ്ങനെ കുറേ നാളുകൾക്ക് ശേഷം നമ്മുടെ വെനസ്ഡേ ബ്യൂട്ടി വ്ളോഗിൻ്റെ ദിവസം എത്തി. ബ്യൂട്ടി വ്ളോഗ് ചെയ്തിട്ട് കുറേ നാളായി. എന്നോട് കുറേ പേര് പറഞ്ഞു, ചേച്ചി മോട്ടിവേഷൻ വീഡിയോസും മൺഡേ മോട്ടിവേഷനും വെനസ്ഡേ ബ്യൂട്ടി വ്ളോഗും മുടക്കരുത്, ഇടയ്ക്കൊക്കെ ചെയ്യണം ചേച്ചി എന്ന് പറഞ്ഞു. മുടക്കണമെന്ന് മനഃപൂർവ്വം ആഗ്രഹിച്ചിട്ടല്ല, പക്ഷേ അങ്ങനെ ഒരു ബ്യൂട്ടി വ്ളോഗ് ചെയ്യാൻ പറ്റിയൊരു മാനസികാവസ്ഥയിലല്ലായിരുന്നല്ലോ നമ്മൾ ആരും തന്നെ. അപ്പോൾ ഇനിയിപ്പോൾ കുഴപ്പമില്ല, പതുക്കെ പതുക്കെ നോർമൽ ലൈഫിലേക്ക് എല്ലാവരും പോവുകയാണല്ലോ. ദറ്റ് ഈസ് നമ്മളിപ്പോൾ വയനാട് ദുരന്തം കഴിഞ്ഞിട്ട് എല്ലാം നോർമലാണോ എന്ന് ചോദിച്ചാൽ അഫക്റ്റഡ് ആയിട്ടുള്ള ആൾക്കാർക്കൊന്നും നോർമൽ ആവില്ല ഒരിക്കലും. പക്ഷേ അതിജീവനം എന്ന് പറയുന്നത് മുന്നോട്ട് ലൈഫ് ഇസ് അങ്ങനെയാണല്ലോ, മുന്നോട്ട് പോയേ പറ്റൂ. ജീവിച്ചിരിക്കുന്നവരുടെ ഒരു ട്രോമ അതാണ്, മുന്നോട്ട് കൊണ്ടുപോകാന്നുള്ളത്. അപ്പോൾ ശക്തി കൊടുക്കുക ദൈവം എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. അപ്പോൾ എന്തായാലും നമ്മളെല്ലാവരും ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകണം. അപ്പോൾ ഡെയിലി റുട്ടീൻ കാര്യങ്ങൾ എല്ലാം ഷൂട്ടും അതിൻ്റെ ഭാഗമാണല്ലോ, അത് നമ്മൾ സ്ഥിരം ചെയ്യുന്ന കാര്യങ്ങൾ. അപ്പോൾ ഇന്നത്തെ ബ്യൂട്ടി വ്ളോഗിലെന്ന് പറഞ്ഞാൽ ഞാൻ ഉദ്ദേശിക്കുന്നത് ഫേസ്, എനിക്കിപ്പോൾ കുറച്ച് നാളായിട്ട് ഞാൻ ഒരു മുഖത്തൊന്നും ചെയ്യുന്നില്ല സത്യം പറഞ്ഞാൽ. അപ്പോൾ നല്ല ടാൻ ആയിട്ടുണ്ട്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ വിചാരിച്ചിരിക്കുന്നത് സിമ്പിളായിട്ട് എല്ലാ ദിവസവും ചെയ്യാൻ പറ്റിയ ഒരു ഡീ ടാനിങ് എന്ന് പറയാം, അല്ലെങ്കിൽ ഫേസ് ബ്രൈറ്റനിങ് എന്ന് പറയാം. മുഖം നല്ല ബ്രൈറ്റ് ആൻഡ് എന്താ പറയുക, പ്രകാശം വരുന്ന രീതിയിൽ നല്ല തിളക്കവും പിന്നെ കരിവാളിപ്പെല്ലാം പോയിട്ട് ഇപ്പോൾ സൺ ടാനൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം മാറി ക്ലിയർ ആകാനായിട്ടും നല്ല സൗന്ദര്യം കൂടാനായിട്ടൊക്കെ പറ്റിയൊരു കാര്യമാണ് ഞാൻ ഇന്ന് കാണിച്ചത്. ഓക്കെ, അപ്പോൾ ഇതൊരു ഡെയിലി ബ്രൈറ്റനിങ് പാക്കാണ്. ഡെയിലി ബ്രൈറ്റനിങ് പാക്ക് എല്ലാ ദിവസവും ഇടുക. ഒരു 10 ദിവസം ഇട്ട് നോക്കുക, അല്ലെങ്കിൽ ഒരാഴ്ച കണ്ടിന്യൂസ് ആയിട്ട് എല്ലാ ദിവസവും ഒരു നേരം ഇട്ട് നോക്കുക. ഭയങ്കരമായ മാറ്റം നിങ്ങളുടെ സ്കിന്നിൽ കാണാൻ സാധിക്കും. മുഖമൊക്കെ നല്ല, ഇപ്പോൾ എൻ്റെ മുഖം കുറച്ച് ഡള്ളായിരിക്കുകയാണ്, മുഖത്തൊക്കെ നല്ല കളർ എന്ന് പറയുമ്പോൾ നമുക്ക് റിയൽ ആയിട്ടുള്ള കളറ്, പിന്നെ നല്ലൊരു തിളക്കം, ബ്രൈറ്റനിങ് എല്ലാം കിട്ടും. ഓക്കെ, ചെറിയ കാര്യങ്ങളാണ്, സിമ്പിൾ കാര്യങ്ങളാണ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഒന്ന് നമ്മുടെ മുൾത്താനി മട്ടി പറഞ്ഞ കാര്യമുണ്ട്. മുൾത്താനി മട്ടി ഫുള്ളേഴ്സ് അകത്ത് സാധാരണയായിട്ട് പാർലേഴ്സിൽ പോകുമ്പോൾ അവസാനം ഇടുന്ന പാക്കിൽ മുൾത്താനി മട്ടിയാണുള്ളത്. അപ്പോൾ മുൾത്താനി മട്ടിയുണ്ട്. പിന്നെ അതുപോലെ മുലേത്തി പൗഡർ അഥവാ ലിക്വറൈസ്, നമ്മുടെ ഇരട്ടി മധുരം, അതിൻ്റെ പൊടി, 3 കാര്യങ്ങളാണ് കേട്ടോ. പിന്നെ ഓറഞ്ച് പീൽ പൗഡർ, ഈ 3 കാര്യങ്ങളും ബെസ്റ്റാണ്. ഓറഞ്ച് പീൽ പൗഡർ ഞാൻ പറയേണ്ട ആവശ്യമില്ല. വൈറ്റമിൻ സിയുടെ ഉറവിടമാണ് ഓറഞ്ച്, അതിൻ്റെ പീലാണ്. പിന്നെ അതുപോലെ ഫുള്ളേഴ്സ് എർത്ത് എന്ന് പറയുമ്പോൾ മുഖം ഭയങ്കരമായിട്ട് ക്ലെൻസ് ചെയ്യുകയൊക്കെ ചെയ്യും നല്ലതായിട്ട്. പിന്നെ കൂളിംഗ് പ്രോപ്പർട്ടി ഉണ്ട്, അതായത് മുൾത്താനി മട്ടിക്ക് കൂളിംഗ് പ്രോപ്പർട്ടി ഉണ്ട്. നല്ലൊരു തണുപ്പ് കിട്ടും ഫേസിന്, നല്ല കൂളാക്കും. പിന്നെ മുഖത്ത് പോസിലൊക്കെ ഉള്ള എല്ലാ അഴുക്കും എല്ലാം അത് വലിച്ചെടുത്ത് കൊണ്ടുപോകും. പിന്നെ നമ്മുടെ ലിക്വറൈസ്, അതെൻ്റെ ഏറ്റവും ഫേവറേറ്റാണ്, ഇരട്ടി മധുരത്തിൻ്റെ പൊടി. അത് ഭയങ്കര കളർ വരുന്ന കാര്യമാണ്, ഒരുപാട് ബ്രൈറ്റൻ ചെയ്യും ഫേസ് എല്ലാം. ഈവൻ ഓറഞ്ച് പീൽ പൗഡറിനും ബ്രൈറ്റനിങ് പ്രോപ്പർട്ടീസ് ഒക്കെ ഉണ്ട്. അപ്പോൾ എല്ലാം കൊണ്ടും നമ്മുടെ ടാനൊക്കെ മാറി ആ ഒരു ഒറിജിനൽ കളറിലേക്ക് കൊണ്ടുവരും. അപ്പോൾ മിക്സ് ചെയ്യാം. മിക്സ് ചെയ്യുന്ന സാധാരണ വെള്ളത്തിൽ മിക്സ് ചെയ്യാം, എന്നൊക്കെ തൈരിൽ മിക്സ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം, അതും നല്ലതാണ്. തൈരും എൻ്റെ ഫേവറേറ്റാണ്. പക്ഷേ ഞാൻ അല്ലാതൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് നമ്മൾ എന്താ പറയുക, റോസ് വാട്ടർ ഭയങ്കര കൂളിങ്ങാണ്. അത് നല്ലൊരു ന്യൂട്രലാണ്, ഒന്നും പേടിക്കേണ്ട, നല്ല മുഖത്തൊക്കെ നല്ല ഗുണം തരുന്ന കാര്യമാണ് റോസ് വാട്ടർ. അപ്പോൾ ഞാൻ ഇന്നിപ്പോൾ ഇവിടെ റോസ് വാട്ടർ കൊണ്ടാണ് മിക്സ് ചെയ്യാൻ പോകുന്നത്. ഇത് ഫുള്ളേഴ്സ് എർത്താണ്, അതായത് നമ്മുടെ മുൾത്താനി മട്ടി. അതിന് മണമൊന്നുമില്ലല്ലോ പ്രത്യേകിച്ച്, ഒരു മണ്ണാണ് കേട്ടോ ശരിക്കും പറഞ്ഞാൽ. ഇത് നമ്മുടെ ഇരട്ടി മധുരം, ലിക്വറൈസ്. പിന്നെ വരുന്നത് ഞാൻ പറഞ്ഞല്ലോ, ഇത് പ്രത്യേകിച്ച് അറിയാൻ പറ്റും, ഓറഞ്ച് പീൽ പൗഡർ, അതിന് മണമുണ്ട്. പിന്നെ അത് ഓരോന്നും ഈക്വൽ ക്വാണ്ടിറ്റി എടുക്കാം. അതായത് ഇതിനകത്തേക്ക് ഞാൻ വേറൊരു ബൗളിലേക്ക് 1 by 1 എടുക്കാൻ പോകും. ഇതിപ്പോൾ ഞാൻ ഫേസ് മാത്രമേ കാണിക്കുന്നുള്ളൂ, അതുകൊണ്ട് ഓരോ ടീസ്പൂണേ എടുക്കുന്നുള്ളൂ, അത് തന്നെ കൂടുതലാണ്. കഴുത്തിലും കൂടി ചേർത്താണെങ്കിൽ 1 ടീസ്പൂൺ വെച്ചിട്ട് എടുക്കാം. മുൾത്താനി മട്ടി അഥവാ ഫുള്ളേഴ്സ് എല്ലാം കൂടി വരുമ്പോൾ നല്ലൊരു ക്വാണ്ടിറ്റി വരും കേട്ടോ. ഓരോ ടീസ്പൂണാണ്. ഇത് നമ്മുടെ ഓറഞ്ച് പീൽ പൗഡർ. എല്ലാ കാര്യങ്ങളും ആയി. ഇനി ഇതിലേക്ക് ആവശ്യാനുസരണം നമ്മുടെ റോസ് വാട്ടർ. റോസ് വാട്ടർ സ്കിന്നിന് എന്തെങ്കിലും ഇറിറ്റേഷൻ ഉണ്ടെങ്കിൽ അതെല്ലാം മാറ്റിത്തരും. പിന്നെ അതുപോലെ വേറൊരു പ്രധാന കാര്യം എന്ന് പറഞ്ഞാൽ സ്കിന്നിൻ്റെ pH ലെവൽ ബാലൻസ് ചെയ്യും. അതൊരു ഇമ്പോർട്ടൻ്റ് കാര്യമല്ലേ. ഒരു പേസ്റ്റ് പോലെ മിക്സ് ചെയ്തെടുക്കും. എന്ത് കൂളിംഗ് ആണെന്ന് അറിയാമോ, ഇതും നല്ല കൂളിംഗ് ആണ്. സ്കിൻ കൂളിംഗ് പ്രോപ്പർട്ടി റോസ് വാട്ടറിനും ഉണ്ട്. പിന്നെ
റോസ് പെറ്റൽസിൽ നിന്നുണ്ടാക്കുന്നതാണ് റോസ് വാട്ടർ. അപ്പോൾ അതിൻ്റെ ഗുണം വേറെയാണ്. അപ്പോൾ ഈ നമ്മുടെ മുൾട്ടാനി മട്ടിക്കും ഭയങ്കര കൂളിംഗാണ് പ്രോപ്പർട്ടീസ്. സ്കിന്നിന് നല്ലൊരു AC ഇട്ട പോലെ ഉണ്ടാവും സ്കിൻ. ഓക്കെ, പേസ്റ്റ് രൂപത്തിലായി കഴിഞ്ഞു. ഇനി ഇതിൽ നിന്നും ഫേസിലേക്ക് നോർമലായിട്ട് നമ്മളൊരു പാക്ക്. ഇത് ഡെയിലി യൂസിങ് പാക്കാണ്, എല്ലാ ദിവസവും ഉപയോഗിക്കാം. ഞാൻ പറഞ്ഞല്ലോ, ഒരാഴ്ച അല്ലെങ്കിൽ 10 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിച്ച് നോക്കും. ആഹാ, നല്ല മണം. ഇത് റോസ് വാട്ടറിൽ തന്നെ മിക്സ് ചെയ്യുമ്പോൾ ഉള്ളൊരു മണം വേറെ. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ റോസ് വാട്ടർ ഉണ്ടാക്കുന്ന മെത്തേഡ് ഞാൻ കാണിച്ചിട്ടുണ്ട്. ഫുൾ ഫേസ് ഇടാം. നിങ്ങൾ ചെയ്യുമ്പോൾ കഴുത്തും കൂടി കവർ ചെയ്ത് ചെയ്യാം. അപ്പം ഇനി വെയിറ്റിംഗ് ടൈം ഉണങ്ങട്ടെ. ഉണങ്ങിയിട്ട് ഓൾമോസ്റ്റ് ഉണങ്ങി കഴിഞ്ഞിട്ട് നമുക്കത് വാഷ് ചെയ്യാം. അപ്പോൾ ഇതാണ് വസ്തു. ഓക്കെ, ഉണങ്ങി, സംസാരിക്കാൻ പറ്റില്ല, സോറി. ഇനി വെള്ളം എടുത്തിട്ടുണ്ട്. ഒരു സൈഡിൽ നിന്ന് അടച്ച് തുടങ്ങി. ഈ മുൾട്ടാനി മട്ടി ശരിക്കും ഡ്രൈ ആവും നന്നായിട്ട്. അപ്പം ഇങ്ങനെ വെള്ളം വെച്ച് കുതിർത്തിട്ട് മാത്രം മസാജ് ചെയ്തിട്ടെടുക്കും. ഇതൊരു മെക്സി ബിസിനസ്സാണ് കേട്ടോ. വാഷ് ബേസിൻ്റെ അവിടെ പോയി ചെയ്യേണ്ട കാര്യം ഇങ്ങനെ സോഫയിൽ നിന്ന് ചെയ്യുമ്പോൾ. അയ്യോ, അത് നോക്കിയാൽ കലങ്ങി വെള്ളം. ഇനി കുറച്ചുകൂടി ഫ്രഷ് വാട്ടർ. ഞാൻ പിന്നീട് വാഷ് ബേസിന് പോയി ഒന്നുകൂടി കഴുകുന്നുണ്ട്. എന്നാൽ ഇപ്പോൾ ഞാൻ ക്യാമറയുടെ ഫ്രണ്ടിലിരുന്ന് ചെയ്യുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. മാക്സിമം നോക്കുന്നു ക്ലീൻ. ആ ഡിഫറൻസ് നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് ഇപ്പോൾ. എൻ്റെ സ്കിന്ന് നേരത്തെ തുടക്കത്തിൽ നമ്മൾ ഈ ഒരു പാക്ക് ഇടുന്നതിന് മുന്നേ ഇരുന്നതിനെക്കാട്ടിലുള്ളൊരു ബ്രൈറ്റ്നെസ് ഉണ്ടല്ലോ അല്ലേ, ബ്രൈറ്റൻഡ് ആൻഡ് ഒരു തിളക്കമൊക്കെ വന്നിട്ടുണ്ട്. സ്കിന്ന് കുറച്ചുകൂടെ സ്മൂത്ത് ആൻഡ് സോഫ്റ്റായി. ആഹാ, എനിക്ക് തന്നെ ഫീൽ ചെയ്യുന്നുണ്ട് നല്ലൊരു സോഫ്റ്റ്നെസ്. തലമുടിയിലെല്ലാം ആയിട്ടുണ്ട്, സാരമില്ല, കുളിക്കുമ്പോൾ ശരിയാണ്. നല്ല നല്ല വ്യത്യാസമല്ലേ. മൂക്കെല്ലാം ചുമന്നു. ഓക്കെ, നല്ല പിങ്കി ആയി കഴിഞ്ഞു. നമ്മുടെ സ്കിന്നിൻ്റെ ഒറിജിനൽ കളർ കുറച്ച് വെറുതെ, അതായത് ടാൻ എല്ലാം മാറിക്കഴിയുമ്പോൾ നമ്മുടെ റിയൽ സ്കിൻ എന്താണോ അതറിയാം. കൂടാണ്ട് കുറച്ചുകൂടെ ബ്രൈറ്റൻഡ് ആകും. ആൻഡ് മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ക്ലെൻസ്ഡ് ആവും നന്നായിട്ട്. സ്കിന്ന് നല്ല ക്ലീൻ ആവും. പിന്നെ ഈ ഫുള്ളേഴ്സ് എർത്ത് അഥവാ മുൾട്ടാനി മിട്ടി ഉപയോഗിക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഓയിലി സ്കിന്നുള്ളവർക്ക്, ഓയിലി സ്കിന്ന്, പിമ്പിൾസ്, പിന്നെ ആക്നി, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉള്ളവർക്ക് ഏറ്റവും ബെസ്റ്റാണ്. അതായത് മുഖത്തുള്ള എക്സ്ട്രാ സെബം വലിച്ചെടുക്കും. അതാണ് നമ്മുടെ ഗ്ലാൻസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഓയിൽ. അതിൻ്റെ എക്സ്ട്രാ കൂടുതൽ വരുമ്പോഴാണല്ലോ ഭയങ്കര ഓയിലി സ്കിന്നെന്ന് പറയുന്നത്. അപ്പോൾ അതെല്ലാം നന്നായിട്ട് വലിച്ചെടുക്കും. കൂടാണ്ട് അപ്പം ഓപ്പൺ പോസ് ഉള്ളവർക്കും ബെസ്റ്റാണ്. പോസിനകത്ത് അടിഞ്ഞിരിക്കുന്ന അഴുക്ക് എല്ലാ കാര്യങ്ങളും പോകും. അങ്ങനത്തെ ഭയങ്കര ഗുണമാണ് ഈ കാര്യത്തിന്. പക്ഷേ ഡ്രൈ സ്കിൻ ഉള്ളവർ ഇത് മുൾട്ടാനി മിട്ടി ഉപയോഗിക്കേണ്ട ആവശ്യമില്ല ഡ്രൈ സ്കിന്നിനോട്. അതിന് പകരം ഓറഞ്ച് പീലും ലിക്കറൈസും മാത്രം ഉപയോഗിച്ചാൽ മതി. അല്ലാന്നുണ്ടെങ്കിൽ ഒരു മീഡിയം, അതായത് ഡ്രൈയും അല്ല പിന്നെ ഓയിലി അല്ലാത്ത സ്കിന്നുള്ള ആൾക്കാരുണ്ടല്ലോ, അങ്ങനെ ആകുമ്പോൾ നോർമൽ സ്കിൻ അങ്ങനെയുള്ളവർക്ക് ആഴ്ചയിൽ 2 ദിവസമൊക്കെ
ഇത് 2 അല്ലെങ്കിൽ 3 ദിവസം വേണമെങ്കിലും ഈ ഒരു പാക്ക് ഉപയോഗിക്കാം. അതായത് വിത്ത് പിന്നെ മുൾട്ടാനി മിട്ടി. അത് കഴിഞ്ഞിട്ട് നല്ലൊരു മോയ്സ്ചറൈസർ ഇട്ട് കൊടുത്താൽ മതി. ഇപ്പോൾ ഡ്രൈ സ്കിൻ ഉള്ളവർക്ക് ഉപയോഗിക്കാൻ പാടില്ല എന്നല്ല, പക്ഷെ ഭയങ്കരമായിട്ട് ഓയിൽ വലിച്ച് കൊണ്ടുപോകും. ഉള്ള നാച്ചുറൽ ഓയിൽ നഷ്ടമാവും. കുറച്ചേ ഉണ്ടാവുള്ളല്ലോ ഡ്രൈ സ്കിന്നുകാർക്ക്, അത് നഷ്ടമാവും. അതുകൊണ്ട് ഡ്രൈ സ്കിന്നുകാർക്ക് ഞാൻ അഡ്വൈസ് ചെയ്യുന്നില്ല നമ്മുടെ മുൾട്ടാനി മിട്ടി. പക്ഷേ ബാക്കി ഓയിലി സ്കിന്നുകാർക്കും നോർമൽ സ്കിന്നുകാർക്ക് ആഴ്ചയിൽ 2-3 ദിവസം ഉപയോഗിക്കാം. അല്ലാത്ത ദിവസമൊക്കെ നമ്മുടെ ഓറഞ്ച് പീലും ലിക്വറൈസും മാത്രം ഉപയോഗിക്കാം. ഓക്കെ, പാക്ക് ഇടുമ്പോൾ എല്ലാ ദിവസവും ഇടണം, ആ പാക്കിങ്ങിൽ ഇടണം. പിന്നെ ഓയിലി സ്കിന്ന് ഓപ്പൺ പോസ് ഒക്കെ ഉള്ള ആൾക്കാർ ഈ പാക്ക് എല്ലാ ദിവസവും വേണമെങ്കിലും ഇടാം. ഓക്കെ, എവറി ഡേ ഒരു 7 days കണ്ടിന്യൂസ് ആയിട്ട് ഇട്ട് നോക്കൂ, ഭയങ്കരമായ മാറ്റം ഉണ്ടാവും. ഓക്കെ, ഇപ്പൊ തന്നെ ഒരു പ്രാവശ്യം കൊണ്ട് തന്നെ ഇത്ര മാറ്റം ഉണ്ടായില്ലേ. എൻ്റെത് നോർമൽ സ്കിന്നാണ്, ഓവർ ഡ്രൈയും അല്ല ഓയിലി അല്ല. അപ്പോൾ എനിക്കിത് ആഴ്ചയിൽ ഒരു 3 ദിവസമൊക്കെ ഇടാം, ഈ മുൾട്ടാനി മട്ടിയും കൂടെ ചേർത്തിട്ടിടാം. അല്ലാതെ ഇടാൻ പറ്റില്ല, അല്ലാതെ മറ്റേ കറി ഇടാം, അത് ഓറഞ്ച് പീലും ലിക്വറൈസും കൂടി ചേർന്നിട്ട് ഇടാം. അപ്പോൾ സ്കിന്നത് സന്തോഷമായി, എനിക്ക് സന്തോഷമായി, വളരെയധികം സന്തോഷമായി. നല്ല ഭയങ്കര വ്യത്യാസം. ഓക്കെ, കണ്ണാടി വയ്ക്കട്ടെ. അപ്പോൾ ഇതാണ് സംഭവം. ഓക്കെ, മുഖമൊക്കെ വൃത്തിയായി നീറ്റ് ആൻഡ് ക്ലീൻ. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഇത് കഴിഞ്ഞിട്ട് ഓയിലി സ്കിന്നുകാർ ഒരു മോയ്സ്ചറൈസർ ഇടണം. എല്ലാവരും ഒരു മോയ്സ്ചറൈസർ ഇടുന്നത് നല്ലതായിരിക്കും. എന്താണെങ്കിലും കുഴപ്പമില്ല, ഒരു മോയ്സ്ചറൈസർ മസ്റ്റായിട്ട് ഇടണം. പിന്നെ ഇതിപ്പോൾ ഞാൻ എൻ്റെ വൈറ്റമിൻ ഇ ഇടുകയാണ്. വൈറ്റമിൻ ഇ ഇത് ഞാൻ മോളുടെ അടുത്ത് വെച്ച് വാങ്ങി കാണിച്ചു തന്നിട്ടുണ്ട്. വൈറ്റമിൻ ഇ സ്കിൻ കെയർ സൂപ്പർ ഡ്രഗിൽ നിന്ന് മേടിച്ചാണ്. ഞാൻ ജസ്റ്റ് അത് തീർന്നിട്ടില്ല, ഇനിയുണ്ട്. അതിൽ നിന്ന് കുറച്ചെടുത്തിട്ട് വൈറ്റമിൻ ഇയുടെ ഒരു ക്രീമുണ്ട്. പെട്ടെന്ന് ഇതൊരു മോയ്സ്ചറൈസർ പോലെ ഞാൻ ഉദ്ദേശിക്കുന്നു. അപ്പോൾ സ്കിന്നിലുണ്ടായ മാറ്റം നിങ്ങൾ കാണുന്നുണ്ടല്ലോ. ഒട്ടും തന്നെ ഇപ്പോൾ ഒരു ഡൾ ആൻഡ് ടാൻഡ് സ്കിന്നായിരുന്നു എൻ്റെത്. അപ്പോൾ എല്ലാവർക്കും തോന്നും, അപ്പോൾ കളറുള്ളവരിട്ട് കഴിഞ്ഞാൽ അതങ്ങനെ പ്രത്യേകിച്ച് അറിയാനില്ലല്ലോ. കളറിൻ്റെ അല്ല, നമ്മുടെ കളർ ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. നല്ല കളറായിരിക്കണം. കളർ മീൻസ് ഏത് കളറായാലും, ഡാർക്ക് ആയാലും മീഡിയം കംപ്ലക്ഷൻ ആയാലും ഫെയർ ആണെങ്കിലും ഉള്ള സ്കിന്ന് നല്ല ബ്രൈറ്റ് ആൻഡ് എന്താ പറയുക ഹെൽത്തി ആയിരിക്കണം. നല്ലൊരു അത് ഈ ടാന് സൂര്യതാപമൊക്കെ ഏറ്റ് സൂര്യപ്രകാശത്തിൻ്റെ അടിയിലൊക്കെ നടന്ന് പിന്നെ നമ്മൾ കെയർ ചെയ്യാതെയൊക്കെ നടക്കുമ്പോൾ സ്വാഭാവികമായിട്ടും സ്കിന്നിന് ആ ഒരു ഭയങ്കര ഒരു നല്ല ആ ഒരു തിളക്കമൊക്കെ നഷ്ടപ്പെടും, ഡള്ളാവും സ്കിന്ന്. അതിപ്പോൾ ഏത് കളറാണെങ്കിലും ഡള്ളാവും. ഫെയർ സ്കിന്നാണെന്ന് പറഞ്ഞിട്ട് എപ്പോഴും ഭയങ്കര ഭംഗിയാവണമെന്നില്ല. അപ്പോൾ ഏത് കളർ സ്കിന്നാണെങ്കിലും നമ്മളത് ബ്രൈറ്റും ഭയങ്കര ടാൻ ഫ്രീ ഒക്കെ ആയിട്ടിരുന്നാലേ അതിനൊരു സൗന്ദര്യം ഉണ്ടാവുള്ളൂ. ചില ഡാർക്ക് സ്കിന്നിന് എന്ത് തിളക്കമുള്ള സ്കിന്നുണ്ട്. പിന്നെ മീഡിയം സ്കിന്നിന് ഭയങ്കരമായിട്ട് ബ്രൈറ്റായിട്ട് നല്ല തിളങ്ങുന്ന സ്കിന്നുള്ള ആൾക്കാരില്ലേ. അപ്പോൾ അത് നമ്മൾ സൂക്ഷിക്കുന്ന പോലെ ഇരിക്കും. അതെ, ഇപ്പോൾ എൻ്റെ മുഖത്തുണ്ടായിരുന്ന ടാന് ഒരുപാട് മാറി എന്ന് തന്നെ പറയാം. ഫുള്ള് മാറി, ടാൻ ഫുള്ള് മാറിയിട്ടുണ്ട്. പിന്നെ നാച്ചുറലായിട്ടുള്ള കുറച്ച് പിഗ്മെൻറ്റേഷൻ ഇഷ്യൂസ് ഒക്കെ ഉണ്ട്, അത് ഗ്രാജുവലി മാറുള്ളൂ. പിന്നെ പാച്ചസ് ഉണ്ടെങ്കിൽ മുഖത്ത് അവിടെ പാച്ചസ്, പിന്നെ ആക്നെ പിമ്പിൾസ് ഒക്കെ വന്ന പാടുകളുണ്ടെങ്കിൽ സ്കാർസ്, അതെല്ലാം മാറാനായിട്ട് ഈ ഒരു പാക്ക് സഹായിക്കും. പക്ഷെ ഒരു ദിവസം കൊണ്ടൊന്നുമല്ല കേട്ടോ, അത് കണ്ടിന്യൂസ് ആയിട്ടാണ്. ആഴ്ചയിൽ 2-3 ദിവസം അത് ഇട്ടുകൊണ്ടേയിരിക്കണം. പ്രത്യേകിച്ച് ഓയിലി സ്കിന്നായിട്ട് ഡെയിലി ഇടുക, മുൾട്ടാനി മിട്ടിയും കൂടെ ചേർത്ത് തന്നെ ഇടുക. ഓറഞ്ച് പീലിന് സിട്രിക് ആസിഡിൻ്റെ പ്രോപ്പർട്ടി ഉണ്ട്, കണ്ടെയ്ൻസ് സിട്രിക് ആസിഡ്. അതുകൊണ്ട് തന്നെ ഒരു ബ്ലീച്ചിങ്, നാച്ചുറൽ ഓർഗാനിക് ആയിട്ടുള്ള ഒരു ബ്ലീച്ചിങ് പ്രോപ്പർട്ടിയാണത്. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഡീറ്റാൻ ആവുന്നത്. ഈ ടാനൊക്കെ മാറിയിട്ട് നല്ല മാറ്റം ഉണ്ടാവും. അപ്പോൾ അതൊരു പ്രധാന കാര്യമാണ്. ഈ ഒരു ബ്ലീച്ചിങ് പ്രോപ്പർട്ടി ഉള്ളത് കൊണ്ട് തന്നെ നല്ല ഒരു പിഗ്മെൻറ്റേഷൻ, ആൻറ്റി പിഗ്മെൻറ്റേഷൻ എന്ന് തന്നെ പറയാം, സ്കാർസ് ഇതെല്ലാം പോകാനായിട്ട് സഹായിക്കുന്ന, മുഖത്തുണ്ടാകുന്ന കറുപ്പ് ആ കരിമംഗല്യത്തിനൊക്കെ നല്ല എഫക്റ്റീവാണ് ഓറഞ്ച് പീൽ. ഒരു ദിവസമല്ല, പല ദിവസങ്ങൾ കൊണ്ട്. ഇതെല്ലാം കണ്ടിന്യൂസ് ആയിട്ട് യൂസ് കൊണ്ടേ മാറ്റങ്ങൾ ഉണ്ടാവുള്ളൂ. പിന്നെ റോസ് വാട്ടർ ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, സൂത്ത് ചെയ്യും, നന്നായിട്ട് ക്ലെൻസ് ചെയ്യും, പിന്നെ pH ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യും, പിന്നെ ആൻറ്റി ഏജിങ് പ്രോപ്പർട്ടീസ് ഉണ്ട്, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. പിന്നെ മുൾട്ടാനി മിട്ടിയുടെ കാര്യം പറഞ്ഞു, ഓയിലി സ്കിന്നുകാർക്ക് ബെസ്റ്റാണ്. എക്സസ് സെബം അല്ലെങ്കിൽ എക്സസ് ഓയിൽ അല്ലാതെ വലിച്ചെടുക്കും. ഓപ്പൺ പോസിനകത്തൊക്കെ കെട്ടി നിൽക്കുന്ന ആ ഒരു ഓയിലും ഡേർട്ടും ഒക്കെ മാറ്റും, ക്ലെൻസ് ചെയ്യും. അതുകൊണ്ട് തന്നെ അത് ആക്നെ, പിമ്പിൾസ് മുതലായ കാര്യങ്ങൾ വരാതിരിക്കാനായിട്ട് പ്രിവെൻറ്റ് ചെയ്യും. അങ്ങനത്തെ കുറേ കാര്യങ്ങൾ. അപ്പോൾ അതിൻ്റെ എല്ലാത്തിൻ്റെയും കൂടെ സമ്മിശ്രമാണ് നമ്മളിപ്പോൾ മുഖത്ത് തേച്ചത്. ആൻഡ് ഫൈനലി ലിക്വറൈസ് ഇരട്ടി മധുരത്തിൻ്റെ ഗുണം എന്ന് പറഞ്ഞാൽ ഇത് ഒരു ആൻറ്റി പിഗ്മെൻറ്റേഷൻ പൗഡറാണ്. ശരിക്കും നല്ലോണം പിഗ്മെൻറ്റേഷൻ മാറും, ടാന് മാറും, നല്ല മാറ്റം ഉണ്ടാവും.
പിന്നെ സ്കിൻ ടോൺ നല്ല ഈവൻ ഔട്ട് ചെയ്യും. അപ്പോൾ അവിടെ പാച്ചസ് ആയിട്ട് കുറച്ച് അവിടെ കറുപ്പ് ഇവിടെ കറുപ്പ്, ചില ഭാഗത്ത് വെളുപ്പ്, ഇങ്ങനെ പല പല കളേഴ്സിൽ ചില മുഖങ്ങൾ ഉണ്ടാവാറുണ്ട് ചില സമയത്ത്. അതെല്ലാം മാറി എല്ലാം ഒരു ഈവൻ ഔട്ട് ചെയ്ത് നല്ല നാച്ചുറൽ ഒരു ബ്യൂട്ടിയാക്കി മാറ്റും. ഫ്രീ റാഡിക്കൽസിനെയും ടാക്കിൾ ചെയ്യാനുള്ള കഴിവ് നമ്മളുടെ ലിക്വറൈസിനുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഡൾ ടാൻഡ് ആയിട്ടുള്ള സ്കിന്നിനെ എല്ലാം തന്നെ ബ്രൈറ്റ് ആക്കി തരും. അപ്പോൾ ഭയങ്കര ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ ഉള്ളവർക്ക് പോലും ഏറ്റവും നല്ല ഇഫക്റ്റീവ് മെത്തേഡാണ് ലിക്വറൈസ് പൗഡർ എന്ന് പറയുന്നത്. ഇരട്ടി മധുരം നന്നായിട്ട് ഫെയ്ഡായി വരും. മുഖത്തുണ്ടാകുന്ന കരിമംഗല്യം പോലത്തെ ആ ഡാർക്ക്നെസ് എല്ലാം ഒരുപാട് ഫെയ്ഡ് ചെയ്ത് കൊണ്ടുവരും, കുറച്ച് കൊണ്ടുവരും. അപ്പം ഞാൻ ഒന്നുകൂടി പറയുന്നു, നോർമൽ സ്കിന്നുള്ള ആൾക്കാരാണെങ്കിൽ മുൾത്താനി മട്ടിയും കൂടി ചേർത്തിട്ടുള്ള ഈ പാക്ക് ഇതുപോലെ തന്നെ ആഴ്ചയിൽ 2-3 ദിവസം ഇടാം. എന്നിട്ട് ഒരു 10-20 മിനിറ്റ് നമ്മുടെ ദിവസത്തിൽ നിന്നും മാറ്റി വെച്ചാൽ മതി. അത് കഴിഞ്ഞിട്ട് ഒരു മോയ്സ്ചറൈസർ പുരട്ടുക. പിന്നെ റോസ് വാട്ടറിൽ തന്നെ മിക്സ് ചെയ്താൽ ഏറ്റവും നല്ലത്. ഇനി വെള്ളത്തിലാണ് മിക്സ് ചെയ്യുന്നതെങ്കിൽ ഇതുപോലെ വാഷ് ചെയ്ത് കഴിഞ്ഞിട്ട് ഒന്ന് റോസ് വാട്ടർ പുരട്ടുക, ഒരു ഈവൻ ഔട്ട് ചെയ്യാനായിട്ട്, ഒന്ന് pH ബാലൻസ് ഒക്കെ ഒന്ന് മെയിൻറ്റെയിൻ ചെയ്യാൻ. അത് കഴിഞ്ഞിട്ട് ഒരു മോയ്സ്ചറൈസർ പുരട്ടുക. അല്ലെങ്കിൽ എന്നെ പോലെ ഒരു വൈറ്റമിൻ ഇ ക്രീം തേച്ചാലും മതി, അല്ലെങ്കിൽ ഒരു മോയ്സ്ചറൈസർ, എന്തായാലും കുഴപ്പമില്ല. രണ്ടാമത്തെ കാറ്റഗറി എന്ന് പറയുന്നത് ഡ്രൈ സ്കിന്നുകാരാണെങ്കിൽ മുൾത്താനി മട്ടി ഒഴിവാക്കിക്കൊണ്ട് പിന്നെ ലിക്വറൈസ് പൗഡറും ഓറഞ്ച് പീൽ പൗഡറും കൂടി മിക്സ് ചെയ്ത് ഇതുപോലെ റോസ് വാട്ടറിൽ തന്നെ മിക്സ് ചെയ്ത് എടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ഡ്രൈ സ്കിന്നുകാർക്ക് ബെസ്റ്റാണ് പാല് മിക്സ് ചെയ്തെടുക്കാമെങ്കിൽ, തൈരിലാണെങ്കിലും കുഴപ്പമില്ല, മിക്സ് ചെയ്തിട്ട് തേച്ചാലും മതി. എന്തായാലും അത് കഴിഞ്ഞിട്ട് റോസ് വാട്ടർ കൊണ്ടൊന്ന് തുടയ്ക്കുക. അതും കഴിഞ്ഞിട്ട് pH ബാലൻസിന് വേണ്ടിയിട്ട് അതും കഴിഞ്ഞിട്ടാണ് ഒരു മോയ്സ്ചറൈസർ അല്ലെങ്കിൽ ഇതുപോലൊരു വൈറ്റമിൻ ഇ ക്രീമോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് വെക്കുക. ഓക്കെ, അപ്പോൾ സ്കിന്ന് നല്ല ആ ഒരു ഡ്രൈനെസ് ഒന്നും ഉണ്ടാവില്ല. ഡ്രൈ സ്കിന്നുകാരും ആഴ്ചയിൽ 2-3 ദിവസം പറ്റിയാൽ മതി. പക്ഷേ മുൾത്താനി മട്ടി ഉപയോഗിക്കുകയാണെങ്കിൽ അത്ര നല്ലതല്ല, അല്ലാണ്ട് ചെയ്യുക. അവർക്ക് വേണമെങ്കിൽ ആഴ്ചയിൽ 3 ദിവസമായാലും പ്രശ്നമൊന്നുമില്ല ഡ്രൈ സ്കിന്നുകാർക്ക്. ഇനി ഫൈനൽ കാറ്റഗറി എന്ന് പറയുന്നത് ഓയിലി സ്കിന്നുകാർ ഇത് എല്ലാ ദിവസവും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പാക്കാണ്. നിങ്ങൾക്കൊന്നും പേടിക്കണ്ട. പക്ഷേ ഓയിലി സ്കിന്നാണെന്ന് പറഞ്ഞ് മോയ്സ്ചറൈസർ പുറത്താതിരിക്കരുത്. ഇത് കഴിഞ്ഞിട്ട് pH ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് റോസ് വാട്ടറിലല്ല നമ്മളിത് മിക്സ് ചെയ്തിടുന്നെങ്കിൽ റോസ് വാട്ടർ കൊണ്ടൊന്ന് തുടച്ചിട്ട് മോയ്സ്ചറൈസർ പുറത്തുക. ഇല്ലാന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. ഓക്കെ, മോയ്സ്ചറൈസർ അവോയ്ഡ് ചെയ്യാനേ പാടില്ല. ഏത് പാക്ക് ഇട്ടാലും അത് കഴിഞ്ഞിട്ടൊരു മോയ്സ്ചറൈസർ മസ്റ്റായിട്ട് പുരട്ടണം. ഒരു റോസ് വാട്ടർ കൊണ്ടൊരു ഒന്ന് തുടച്ചിട്ട് ചെയ്യുന്ന ഏറ്റവും നല്ലത്. റോസ് വാട്ടർ ഒന്ന് പുരട്ടി കൊടുക്കുക, ഒരു 5 മിനിറ്റ് ഇരിക്കുക, അത് കഴിഞ്ഞിട്ട് മോയ്സ്ചറൈസർ ഇടുക. അപ്പോൾ pH ബാലൻസ് മെയിൻറ്റെയിൻഡ് ആകും. നമ്മുടെ സ്കിന്നിന് നഷ്ടപ്പെട്ടു പോയ കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മോയ്സ്ചറൊക്കെ തിരിച്ച് കിട്ടും. എന്നാലും നമ്മൾ നോർമൽ സ്കിന്നാണെങ്കിലും ഓയിലി സ്കിന്നാണെങ്കിലും ഡ്രൈ സ്കിന്നാണെങ്കിലും മോയ്സ്ചറൈസർ ഒഴിവാക്കുക ചെയ്യുക. അത് നമ്മുടെ സ്കിന്നിന് ഗുണമേ ചെയ്യുള്ളൂ. ഓക്കെ, ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ. സോ ദിസ് ഈസ് മൈ ബ്യൂട്ടിഫുൾ പാക്ക് എന്ന് തന്നെ ഞാൻ പറയും. എനിക്ക് ഇഷ്ടപ്പെട്ട നമ്മുടെ ലൈഫ് സേവറാണ് ഇത്. ആഴ്ചയിൽ 3 ദിവസം മുതൽ എല്ലാ ദിവസവും ഓരോരുത്തരുടെ സ്കിന്നിൻ്റെ നേച്ചർ അനുസരിച്ചിട്ട് ഉപയോഗിക്കും. അപ്പോൾ ഭയങ്കര മാറ്റം ഉണ്ടാവും. നിങ്ങൾ ഡള്ളായിരിക്കുന്നു, നിങ്ങളുടെ നിറമൊക്കെ കുറഞ്ഞു തുടങ്ങി ഈ ടാൻ കാരണം സൂര്യൻ എന്ത് ചെയ്തോ, നമ്മൾ പറയില്ല, ഇപ്പോൾ ഒരു കല്യാണത്തിന് പോവുകയാണെങ്കിൽ ഒരു ഫംഗ്ഷന് പോവുകയാണെങ്കിൽ നമ്മൾ പറയും ഒരു ഫേഷ്യലൊക്കെ ചെയ്തിട്ട് പോകാം, കംപ്ലീറ്റ് വെയിലെല്ലാം കൊണ്ടും കംപ്ലീറ്റ് കരുവാളിച്ചിരിക്കുകയാണ്, മുഖമൊക്കെ വലിയ ഡള്ളാണ് എന്നൊക്കെ പറയുമ്പോൾ നമ്മളൊരു പാർലറിൽ പോയി എന്താ പറയുക, ഫേഷ്യൽ ചെയ്യാനുള്ള സമയമോ പൈസയോ ഒന്നും ചിലപ്പോൾ ഉണ്ടാവണമെന്നില്ല. ഇത് നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. ഇത് എല്ലാം തന്നെ ആമസോണിൽ ഓൺലൈനായിട്ട് വാങ്ങിക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. വാങ്ങി വയ്ക്കുക, കുറച്ച് മതിയല്ലോ, അത് സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ പെട്ടെന്നൊരു ഡീടാനിങ് വേണം, ബ്രൈറ്റ് ആവണമെന്നുണ്ടെങ്കിൽ ഒരു പ്രാവശ്യം ചെയ്യുമ്പോൾ തന്നെ കിട്ടും. പക്ഷേ ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് കുറേ ദിവസത്തേക്ക് നല്ലതായിട്ട് മുഖം ഇരിക്കണം എന്നുണ്ടെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് ഇത് ആഴ്ചയിൽ എല്ലാ ദിവസവും ഒരു 7 ദിവസം ഉപയോഗിക്കുക. ഓയിലി സ്കിന്നുകാർ, ബാക്കിയുള്ള ആൾക്കാർ ആഴ്ചയിൽ ഒരു 3 ദിവസം വരെ ഉപയോഗിക്കുക, 2-3 ദിവസം. അപ്പോൾ നോക്കിയിട്ട് ചെയ്യുക, സ്കിൻ ടോണും സ്കിൻ ടെക്സ്ചറും. അപ്പോൾ നോക്കിയിട്ട് ചെയ്യുക, നിങ്ങളുടെ സ്കിന്ന് എങ്ങനത്തെ സ്കിന്നാണെന്ന് നോക്കുക, ഏത് ടൈപ്പാണെന്ന് നോക്കുക, എന്നിട്ട് അതനുസരിച്ച് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇതാണ് എൻ്റെ പരിപാടി കഴിഞ്ഞു. എനിക്കെന്തായാലും നല്ല മാറ്റം കാണുന്നുണ്ട്. ഐ ആം വെരി ഹാപ്പി. ഇന്നത്തെ ഒന്നുകൂടെ പോയി മുഖം കഴുകേണ്ട ആവശ്യമുണ്ടോന്നോ ഇല്ല, കുഴപ്പമില്ല. ഞാൻ നന്നായിട്ട് വീണ്ടും ഞാൻ തുടച്ചോന്നേ. അപ്പോൾ പരിപാടി കഴിഞ്ഞു. അപ്പോൾ ഞാനൊരു ഫേഷ്യലൊക്കെ ചെയ്ത ഒരു ലുക്ക് എനിക്ക് കിട്ടി. ഇവിടെ എല്ലാം ഉണ്ടോ കുറച്ച് ബ്രൈറ്റ് ആയി, ഇങ്ങനെ തിളങ്ങുന്നു ഈ ഭാഗം. സ്കിന്നൊക്കെ പെർഫെക്റ്റ് ആയിട്ട് തിരിച്ചു കിട്ടിയിരിക്കുന്നു. സന്തോഷമായി. അപ്പോൾ സന്തോഷം. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുന്ന ഫേസ് പാക്ക് ഇഷ്ടപ്പെട്ടു എന്ന് തന്നെ വിചാരിക്കട്ടെ. അപ്പോൾ നിങ്ങളുടെ സ്കിന്നിൻ്റെ ടോൺ അനുസരിച്ച് ചെയ്യുക. ഓക്കെ, കമൻറ്റ് ബോക്സിലേക്ക് വരിക. നല്ല റിസൾട്ടാണ് കിട്ടാൻ എനിക്ക് ഏകദേശം ഒരു 99% എനിക്ക് വിശ്വാസമുണ്ട്.
അപ്പോൾ നിങ്ങൾക്ക് നോക്കുക. പിന്നെ ഓരോരുത്തരുടെ സ്കിൻ ഡിഫറെൻ്റ് ആയിരിക്കുമല്ലോ. അപ്പോൾ എന്ത് ചെയ്യുമ്പോഴും പാച്ച് ടെസ്റ്റ് ചെയ്യാൻ മറക്കണ്ട. ഈ ഭാഗത്ത് ഇച്ചിരി പുരട്ടി ഒരു 6 മണിക്കൂറൊക്കെ ഇരുന്നിട്ട് ഒരു കുഴപ്പമില്ല എന്നുണ്ടെങ്കിൽ ഇത് മുഖത്ത് തേക്കും. ഓക്കെ, അപ്പോൾ താങ്ക് യു സോ മച്ച്. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് കീപ് ഓൺ വാച്ചിങ് HB Nair Vlogs. ലവ് യു all.